നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പിതൃപുണ്യം തേടി ആയിരങ്ങൾ ബലിയിട്ടു. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്ക്. വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലെത്തിയത് 10,000. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ജില്ലയിൽ 15,39,188 വോട്ടർമാർ. ഓഗസ്റ്റ് 7 വരെ തിരുത്താനും പുതുതായി പേര് ചേർക്കാനും അവസരം. BJP സംസ്ഥാന ശില്പശാലയ്ക്ക് തുടക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ചർച്ചകൾ. സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 1000 രൂപ കുറഞ്ഞു. സർവകാല റെക്കോർഡ് ഇടിഞ്ഞു. പവന് 74,040 രൂപ. വാർത്തകൾ വിശദമായി. പിതൃസ്മരണയിൽ പ്രാർത്ഥനയോടെ ജനലക്ഷങ്ങൾ ബലിതർപ്പണം നടത്തി. കോട്ടയം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിൽ ആയിരങ്ങൾ ബലിയിട്ടു. പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവ്. കർക്കിടക വാവ് ദിവസം ചെയ്യുന്ന ശ്രാദ്ധമൂട്ടൽ പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് നിത്യേന അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം. പുരാതനവും പ്രസിദ്ധവുമായ ബലിതർപ്പണ കേന്ദ്രമായ കോട്ടയം വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തിൽ ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്തിയത്. പിതൃക്കൾക്കായുള്ള വിശേഷാൽ പൂജകളായ പിതൃപൂജ, വിഷ്ണുപൂജ, നമസ്കാരം എന്നീ പൂജകളും പിതൃമണ്ഡപത്തിൽ മേൽശാന്തി ശ്രീരാഗ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ തിലഹോമവും നടത്തി. പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനായി പുണ്യതീർത്ഥങ്ങളാലും പഞ്ചദ്രവ്യങ്ങളാലുമാണ് ബലിതർപ്പണം നടത്തുന്നത്. വെന്നിമലയിൽ പുലർച്ചെ 4:30 മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. സമീപ ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെ നിരവധി പേർ ബലിയിട്ടു. ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ തൊഴുന്നതിനായും എത്തിയത്. ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്ന വെന്നിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശ്രീരാമ തീർത്ഥക്കുളത്തിലാണ് ബലിതർപ്പണം നടത്തുന്നത്. ക്ഷേത്ര ശ്രീകോവിലിലെ അഭിഷേക ജലമാണ് കുളത്തിലേക്ക് ഉറവയായി എത്തുന്നത്. ഇവിടെ പിതൃതർപ്പണം നടത്തുന്നത് 12 തലമുറയ്ക്ക് പിതൃകർമ്മങ്ങൾ ചെയ്ത ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ ശിലാവിഗ്രഹത്തിൽ ശ്രീരാമ ലക്ഷ്മണന്മാർ ഒരുമിച്ച് സാന്നിധ്യമരുളുന്ന ക്ഷേത്രമാണിത്. ബലിതർപ്പണത്തിനായി എത്തുന്ന ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത്. പുതുപ്പള്ളി, പാമ്പാടി എന്നിവിടങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് KSRTC സ്പെഷ്യൽ സർവീസ് നടത്തി. ആരോഗ്യവകുപ്പ്, പോലീസ്, അഗ്നിരക്ഷാസേന, സേവാഭാരതി എന്നിവരുടെ സേവനവും വെന്നിമല ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കർക്കിടക വാവ് ബലിയോടനുബന്ധിച്ച് പൊൻകുന്നം മേഖലയിലുള്ള ക്ഷേത്രങ്ങളിലും ബലിതർപ്പണം നടന്നു. നിരവധി പേർ സ്നാനഘട്ടങ്ങളിലും തീർത്ഥക്കുളങ്ങളിലും ബലിയിട്ടു. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിരവധി പേർ മീനരി വഴിപാട് നടത്തി. കർക്കിടക വാവ് ബലിയോടനുബന്ധിച്ച് പൊൻകുന്നം, ചിറക്കടവ്, വാഴൂർ മേഖലയിലുള്ള ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. രാവിലെ മുതൽ ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം, മണക്കാട് ശ്രീഭദ്ര ക്ഷേത്രം, കൊടുങ്ങൂർ ശ്രീദേവി ക്ഷേത്രച്ചിറ, കടയനിക്കാട് ദേവീക്ഷേത്രം തുടങ്ങിയിടങ്ങളിലെല്ലാം നിരവധി പേർ പിതൃക്കൾക്കായി ബലിയിട്ടു. കർക്കിടക വാവ് ബലി ദിനത്തിൽ ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടാണ് മീനരി വഴിപാട്. പിതൃപുണ്യത്തിനും രോഗശാന്തിക്കുമായാണ് മീനൂട്ട് എന്ന സവിശേഷ ആചാരം നടത്തുന്നത്. ക്ഷേത്രത്തിന് കിഴക്കേ നടയിലെ വിശാലമായ ചിറയിൽ മീനുകൾക്ക് ഭക്തർ ധാന്യങ്ങൾ അർപ്പിക്കുന്ന ചടങ്ങാണിത്. ശ്രീകോവിലിൽ നിന്നും പൂജിച്ച് നൽകിയ ധാന്യങ്ങളാണ് ഭക്തർ ചിറയിലിട്ടത്. എല്ലാ ദിവസവും മീനരി വഴിപാട് നടത്തുന്നുണ്ടെങ്കിലും കർക്കിടക വാവു ദിനത്തിലെ വഴിപാടിനാണ് പ്രാധാന്യം. മഹാദേവന്റെ മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകിയാൽ രോഗശമനവും പിതൃപുണ്യവും ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് മീനൂട്ട് നടത്തുന്നതെന്ന് ഭക്തർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയത്തെ പ്രധാന ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ബലിതർപ്പണം നടന്നു. വേദഗിരി, നാഗമ്പടം മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ആയിരങ്ങൾ ബലിയിട്ടു. നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൽ കുമരകം ഗോപാലൻ തന്ത്രി, ജിതിൻ ഗോപാൽ തന്ത്രി, കുമരകം രജീഷ് ശാന്തി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. വാവുബലിയോടനുബന്ധിച്ചുള്ള ഹോമവും പൂജകളും ക്ഷേത്രങ്ങളിൽ നടന്നു. പാലായിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവുബലി ആചരിച്ചു. നിരവധി പേർ വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പിതൃക്കൾക്ക് ബലിയിട്ടു. പാലായിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവ് ബലി തർപ്പണത്തിന് എത്തിയത് ആയിരങ്ങൾ. പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലെ പുണ്യപ്രസിദ്ധമായ കർക്കിടക വാവ് ബലിക്ക് എത്തിയത് ആയിരങ്ങളാണ്. മീനച്ചി താലൂക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിതൃതർപ്പണത്തിനെത്തുന്ന ക്ഷേത്ര സംഗീതമാണിത്. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നതായി ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. ഒരേ സമയം 1000 പേർക്ക് ബലിയിടാൻ സാധിക്കും. എല്ലാ ദിവസവും ബലിതർപ്പണവും പിതൃസായുജ്യ പൂജകളും നടക്കുന്ന ഇടപ്പാടി ക്ഷേത്രത്തിൽ തുലാം, കുംഭം, കർക്കിടക മാസത്തിലെ ബലിതർപ്പണം വളരെ പ്രധാനപ്പെട്ടതായി ആചരിച്ചു വരുന്നുണ്ട്. അരി വേവിച്ച് വിധിപ്രകാരം നിവേദ്യം തയ്യാർ ചെയ്ത് ദേശകാല സങ്കല്പങ്ങൾ ചൊല്ലി ബലിതർപ്പണം നടത്തുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണിത്. കർക്കിടക ബലിതർപ്പണത്തിലെത്തുന്നവരുടെ സൗകര്യത്തിനായി കൂടുതൽ വഴിപാട് കൗണ്ടറുകൾ ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. മേൽശാന്തി വൈക്കം സനീഷ് ശാന്തി നേതൃത്വം നൽകി. പാലാ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ അരനൂറ്റാണ്ടായി നടന്നുവരുന്ന കർക്കിടക വാവുബലിക്ക് പങ്കെടുക്കാൻ എത്തിയതും ആയിരങ്ങളായിരുന്നു. പുലർച്ചെ 5 മുതൽ തന്നെ ക്ഷേത്രക്കടവിൽ ചടങ്ങുകൾ ആരംഭിച്ചു. ചടങ്ങുകൾക്ക് കീച്ചേരിൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ തിലഹോമം, നമസ്കാരം, കൂട്ടുനമസ്കാരം, വിഷ്ണുപൂജ എന്നിവയും നടന്നു. ഭാരവാഹികളായ മനോജ് ബി നായർ, N ഗോപകുമാർ, ബാബു KR എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാല.
കോട്ടയം ജില്ലയിൽ കരട് വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. 15,39,188 വോട്ടർമാർ ജില്ലയിലുണ്ട്. ഓഗസ്റ്റ് 7 വരെ പുതുതായി പേര് ചേർക്കാനും തിരുത്താനും അവസരമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 7 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തൽ വരുത്താനും അവസരമുണ്ട്. ജില്ലയിൽ 15,39,188 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 8,85,000 സ്ത്രീകളും 7,39,094 പുരുഷന്മാരും വോട്ടർമാരായുണ്ട്. ട്രാൻസ്ജെൻഡർ വോട്ടർമാർ 9 പേരുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 30-ന് പ്രസിദ്ധീകരിക്കും. കോട്ടയം ജില്ലയിൽ 71 പഞ്ചായത്തുകളിലായി 1431 വാർഡുകളും 1694 പോളിംഗ് സ്റ്റേഷനുകളും ഉണ്ട്. 6 നഗരസഭകളിൽ 208 വാർഡുകളും 246 പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഉള്ളത്. കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ sec.kerala.gov.in എന്ന വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും. 2025 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് ഓഗസ്റ്റ് 7 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. BJP സംസ്ഥാന ശില്പശാല കോട്ടയത്ത് നടന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് BJPയെ സംഘടനാ തലത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള വിശദ ചർച്ചകൾക്കായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാലയ്ക്ക് കോട്ടയത്ത് തുടക്കമായി. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, മറ്റ് സംസ്ഥാനതല നേതാക്കൾ, മേഖലാ പ്രഭാരിമാർ, മേഖലാ പ്രസിഡന്റുമാർ, മേഖലാ ജനറൽ സെക്രട്ടറിമാർ, ജില്ലാ പ്രഭാരിമാർ, ജില്ലാ പ്രസിഡന്റുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവരും ശില്പശാലയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഓർമ്മകളിൽ നാടെങ്ങും അനുശോചനം. പൊൻകുന്നത്ത് നടന്ന അനുശോചന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. VS അച്യുതാനന്ദന്റെ വേർപാടിൽ നാടെങ്ങും അനുശോചനം. CPIM വാഴൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ വിവിധ ലോക്കൽ കേന്ദ്രങ്ങളിൽ അനുശോചന യോഗം നടത്തി. പൊൻകുന്നത്ത് നടന്ന അനുസ്മരണ യോഗത്തിൽ ഏരിയ സെക്രട്ടറി VG ലാൽ അധ്യക്ഷനായി. B സുനിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഗിരീഷ് S നായർ, KPCC അംഗം അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ, കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി പാമ്പൂരി, DYFI ജില്ലാ സെക്രട്ടറി B സുരേഷ് കുമാർ, ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, K ബാലചന്ദ്രൻ, അഡ്വക്കേറ്റ് D ബൈജു, അഡ്വക്കേറ്റ് ജയ ശ്രീധർ, KK സന്തോഷ് കുമാർ, KR ഷൈജു, PS ഹരിലാൽ, VD രജികുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിൽ നടന്നുവന്ന ഷഡ്കാല ഗോവിന്ദമാരാർ സംഗീതോത്സവം സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് നടന്ന പഞ്ചരത്ന കീർത്തനാലാപനം കലാസ്വാദകർക്ക് കുളിർമഴയായി. ദക്ഷിണ അയോധ്യ വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലെ ഷഡ്കാല ഗോവിന്ദമാരാർ സംഗീതോത്സവം സമാപിച്ചു. ഇക്കഴിഞ്ഞ 18-ാം തീയതിയാണ് സംഗീതോത്സവം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംഗീതാർച്ചന, ഭജൻസ്, സംഗീതാരാധന തുടങ്ങിയവ നടന്നു. സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ തുളസിക്കതിർ ജയകൃഷ്ണൻ നയിച്ച സംഗീതാർച്ചന അരങ്ങേറി. തുടർന്നായിരുന്നു പഞ്ചരത്ന കീർത്തനാലാപനം. കോട്ടയം K വീരമണി, ഐമനം KN ജയചന്ദ്രൻ, ചെങ്ങളം ഹരിദാസ്, പുതുപ്പള്ളി ദിവാകരൻ, ഹരിരാഗ് നന്ദൻ, വൈക്കം രാജമ്മാൾ, മാതങ്കി സത്യമൂർത്തി, വത്സല രാമകൃഷ്ണൻ, ശ്രീലത ശ്രീകുമാർ, വത്സല ഹരിദാസ്, ആതിര ജയൻ എന്നിവർ ചേർന്നാണ് പഞ്ചരത്ന കീർത്തനം ആലപിച്ചത്. വയലിൻ, മൃദംഗം, ഘടം, മുഖർശംഖ് എന്നിവയിൽ പ്രഗത്ഭർ പക്കമേളം ഒരുക്കി. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഷഡ്കാല ഗോവിന്ദമാരാരുടെ മാതൃഗൃഹം വെന്നിമലയാണ്. ഷഡ്കാല ഗോവിന്ദമാരാരുടെ ഓർമ്മയ്ക്കായാണ് സംഗീതോത്സവം നടത്തുന്നതെന്ന് റിട്ടയർഡ് അധ്യാപകൻ CG ഗോപാലകൃഷ്ണൻ നായർ പറഞ്ഞു. ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ക്ഷേത്രങ്ങൾ പോലും നടന്ന കുട്ടിപ്പാട് സ്ഥാനത്തുകൊണ്ട് അങ്ങനെ ഒരിക്കൽ തിരുവനന്തപുരം പത്മനാഭ ക്ഷേത്രത്തിൽ
ചെല്ലാനിടയായി. അവിടെ അദ്ദേഹം ചെല്ലുമ്പോൾ മഴ അടുത്തിരിക്കുന്നു, ഇടയ്ക്ക് കൊട്ടാൻ ആളില്ല. അദ്ദേഹം ക്ഷേത്ര സംബന്ധി ആയതുകൊണ്ട് അടിയന്തരം മൂട്ടിക്കുന്ന ശരിയില്ലെന്ന് വിചാരിച്ച് അദ്ദേഹം ഇടയ്ക്ക് എടുത്ത് കൂട്ടി. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തുള്ള കൊട്ടാരത്തിൽ സ്വാധീനം എഴുന്നള്ളിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ കുട്ടി കേട്ടു. വളരെ സൗന്ദര്യമായ ശബ്ദം കേട്ട് അദ്ദേഹം ആളാരാന്ന് ചോദിച്ചു, വിളിപ്പിച്ച് അവിടെ അദ്ദേഹത്തിന് ജോലി കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം പ്രസിദ്ധനായി തീർന്നത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് 1000 രൂപ കുറഞ്ഞു. ഇതോടെ സർവകാല റെക്കോർഡിൽ നിന്നും പവൻ വില താഴേക്ക് വീണു. 74,040 രൂപയാണ് പവന്റെ വില. ഗ്രാമിന് 125 രൂപ കുറഞ്ഞ് 9,255 രൂപയിലെത്തി. ഇന്നലെ പവന് 760 രൂപ വർദ്ധിച്ച് സർവകാല റെക്കോർഡായ 75,000 കടന്നിരുന്നു. 75,040 രൂപയായിരുന്നു ഇന്നലത്തെ വില. VS അച്യുതാനന്ദൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത നേതാവാണെന്ന് മുതിർന്ന CPM നേതാവ് വൈക്കം വിശ്വൻ പറഞ്ഞു. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹം കോട്ടയം ജില്ലയിലാണ് ഒളിവിൽ കഴിഞ്ഞത്. പാർട്ടി ആശയങ്ങൾ സംരക്ഷിച്ച് നിലപാടുകളിൽ ഉറച്ചുനിന്ന നേതാവായിരുന്നു VS അച്യുതാനന്ദനെന്നും വൈക്കം വിശ്വൻ അനുസ്മരിച്ചു. പുന്നപ്ര വയലാർ സമരകാലത്താണ് പൂഞ്ഞാറിൽ വരികയും വന്നിട്ട് അവിടെ നിന്ന് വളരെ സാവിന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി മുന്നോട്ട് വന്നിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒളിവിലിരിക്കേണ്ട സ്ഥിതി വന്നു. അവിടെയാണ് ഒറ്റ കൊടുക്കപ്പെട്ട് സഹാവിനെ, കാരണം കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ആരോ കണ്ട അയാൾ വിളിച്ചു പറഞ്ഞ് പോലീസ് വന്ന് അവിടുന്ന് സഹാവിനെ അവിടെ ഇട്ട് മർദ്ദിച്ച് വഴിയെ നടത്തി മർദ്ദിച്ച് പാലാ ലോക്കപ്പ് വരെ എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറിൽ നിന്ന് അത്രയും ദൂരം പൂഞ്ഞാറ് ഇരറ്റോട്ട ഇതെല്ലാം കഴിഞ്ഞ് രക്തത്തിൽ കുളിച്ച് ബോധരഹിതനായിട്ട് ലോക്കപ്പിൽ കൊണ്ട് ഇടുകയായിരുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി തേർഡ് ഏജ് പ്രോഗ്രാമിനും ബട്ടർഫ്ലൈ ഫൗണ്ടേഷനും ജർമ്മനിയിലെ ബെർലിൻ ആസ്ഥാനമായ റൂത്ത് കോൺ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അംഗീകാരം ലഭിച്ചു. ആഘോഷത്തിൽ പങ്കെടുക്കാൻ പ്രമുഖ സാമൂഹ്യ പ്രവർത്തക ദയാബായി ഈ മാസം 26-ന് വാഴൂർ പുളിക്കൽ കവലയിലെ CS സെന്ററിൽ എത്തും. ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് പരിപാടി നടക്കുന്നതെന്ന് സംഘാടകർ പൊൻകുന്നത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളുടെ പ്രവർത്തനത്തെ വിലയിരുത്തിയാണ് ജർമ്മനിയിലെ ബെർലിനിലെ RCA ഇന്റർനാഷണലിൽ നിന്ന് നമ്മൾക്ക് ഇന്ന് ഈ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഈ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങളോടൊപ്പം ചേരുന്നത് നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും അഭിമാനമായ ദയാബായി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്ന് പറന്ന് എത്തുകയാണ്. നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാനും ഞങ്ങൾക്ക് വേണ്ട പ്രചോദനം നൽകാനും സന്നദ്ധ സംഘടനയായ ബട്ടർഫ്ലൈ ഫൗണ്ടേഷനും അതുപോലെ MGU3യ്ക്കും അവരുടെ പ്രവർത്തകർക്കും ഒരു റോൾ മോഡലാണ് ദയാബായി. സംക്രാന്തിയിൽ കഴിഞ്ഞ 12 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന മഹർത്തുൽ ബദ്രിയ സ്വലാത്ത് വാർഷികവും ആത്മീയ സമ്മേളനവും ഈ മാസം 27-ന് നടക്കും. ലഹരി, സൈബർ അറ്റാക്ക് തുടങ്ങിയ തിന്മകളിൽ നിന്നും മാറി സമൂഹത്തിന് പ്രതീക്ഷയുള്ള വിദ്യാർത്ഥി എന്നതാണ് 2025 സാഹിത്യോത്സവം ലക്ഷ്യം വെക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിതൃപുണ്യം തേടി ആയിരങ്ങൾ ബലിയിട്ടു. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്ക്. വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലെത്തിയത് 10,000. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ജില്ലയിൽ 15,39,188 വോട്ടർമാർ. ഓഗസ്റ്റ് 7 വരെ തിരുത്താനും പുതുതായി പേര് ചേർക്കാനും അവസരം. BJP സംസ്ഥാന ശില്പശാലയ്ക്ക് തുടക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ചർച്ചകൾ. സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 1000 രൂപ കുറഞ്ഞു. സർവകാല റെക്കോർഡ് ഇടിഞ്ഞു. പവന് 74,040 രൂപ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.